ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇനി ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്നത് ലേഡി വിന്നറായ അനുമോളുടെ പേരിലാകും. 100 ദിവസത്തെ കഠിന പ്രയത്നത്തിലൂടെ ലക്ഷ്യം നേടുന്നതിൻ്റെ സന്തോഷത്തിലാണ് അനുമോൾ. സീസൺ 7 ടൈറ്റിൽ വിന്നറായത് അനുമോളാണ്. ഫസ്റ്റ് റണ്ണറായപ്പോയത് അനീഷാണ്. ഷാനവാസ് സെക്കൻഡ് റണ്ണറപ്പും നെവിൻ തേർഡ് റണ്ണറപ്പും അക്ബർ ഫോർത്ത് റണ്ണറപ്പുമായി അവസാന ഘട്ടത്തിൽ അനീഷും അനുമോളും തമ്മിലായിരുന്നു ശക്തമായ മത്സരം നടന്നത്. വൈകിട്ടോടെയാണ് ടൈറ്റിൽ വിന്നർ ട്രോഫിയുമായി അനു കേരളത്തിൽ മണ്ണിൽ കാലുകുത്തിയത്. അനുവിനെ ചെന്നൈയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാനായി സഹോദരി സുഹൃത്തുക്കളും പോയിരുന്നു. ഫലപ്രഖ്യാപനം വന്നപ്പോൾ മുതൽ അനു ജയിച്ചത് PR-ന്റെ ബലത്തിലാണെന്ന് പ്രചരിക്കുന്നുണ്ട്. അതിലുള്ള മറുപടി എയർപോർട്ടിൽ തടിച്ചുകൂടിയ ജനസാഗരം തന്നെ ഹേറ്റേഴ്സിന് നൽകി. പൂച്ചെണ്ടുകളും പൂമാലകളും ആശംസകളും ചെണ്ടമേളവും റോഡ് ഷോയുമെല്ലാം ആഘോഷാരവത്തിലൂടെയാണ് ആരാധകരും പ്രിയപ്പെട്ടവരും അനുവിനെ വരവേറ്റിയത്. ഒരാളെപ്പോലും ഒഴിവാക്കാതെ എല്ലാവർക്കും ഹസ്തസ്ഥാനം നൽകിയും കുശലം ചോദിച്ചും അനു സ്നേഹം പ്രകടിപ്പിച്ചു. നാട്ടിൽ ആഘോഷങ്ങളൊക്കെ തിരികൊളുത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ വെച്ച് തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്നും അനു അറിഞ്ഞിരുന്നു. പക്ഷേ ഇത്രയോളം ആളുകൾ തനിക്ക് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എയർപോർട്ടിൽ വരുമെന്ന് അനുവും ധാരണയുണ്ടായിരുന്നില്ല. 16 ലക്ഷത്തിൻ്റെ PR അല്ല, 16 ലക്ഷം പേരാണ് അനുവിനെ ജയിപ്പിച്ചത് എന്നാണ് കമൻറ്റുകൾ. ഇങ്ങനെ അനുവിനെ വരവേൽക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്. വരാൻ പറ്റാത്ത വീട്ടിലിരിക്കുന്നവർ, എയർപോർട്ടിൽ വന്ന് മുന്നിലൊക്കെ ഇരിക്കുന്നവർ, നേരിട്ട് വരാൻ പറ്റാത്ത നിരവധി അനുമോൾ ആരാധകരുണ്ട്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് അനുവിൻ്റെ PR. അതിലൊരാൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഈ ഞാനുമാണ്. PR അല്ല, ജനങ്ങളാണ് അനുമോളെ ജയിപ്പിച്ചത്. യാഥാർത്ഥ്യ PR-നെ കണ്ണു തുറന്ന് കാണൂ. ഈ ആൾക്കൂട്ടം അനുമോളുടെ വിജയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം. ഇതൊക്കെയാണ് കട്ടപ്പ ശൈത്യം ടീം കാണേണ്ടത്. ഇതിൻ്റെ പേരിൽ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആ കുട്ടി അത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ അതിന് ജനങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ വിലയാണ് ആ കപ്പ്. അനുക്കുട്ടി ഒരുപാട് ഇഷ്ടം എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമൻറ്റുകൾ. വഴിയിൽ തടഞ്ഞു വരെ ആളുകൾ അനുമോൾക്ക് അഭിനന്ദനങ്ങൾ നൽകി. വീട്ടിലെല്ലാവരും ചേച്ചിയുടെ ആരാധകരാണ്. നിനക്ക് അനുവിനെ പോലെ ഒരു ഭാര്യയെ കിട്ടേണ്ടതില്ലെന്ന് മമ്മി പറയുന്നത്. അത്രയും നല്ല മോളാണെന്നും കയറിങ്ങുമാണ് ചേച്ചി എന്നാണ് മമ്മി പറയുന്നത് എന്നാണ് അനുമോളെ അഭിനന്ദനം അറിയിക്കാനെത്തിയ ആരാധകർ ഒരാൾ പറഞ്ഞത്. എൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഞാൻ അഭിനയിക്കുകയായിരുന്നുവെന്ന് തോന്നിയോ? ജീവിക്കുകയായിരുന്നില്ലേ? എൻ്റെ വീട്ടുകാരും എന്നെ അറിയാവുന്നവർ മാത്രമേ കാണുന്നുവെന്ന് ഞാൻ കരുതിയത്. നിങ്ങളൊക്കെ പറയുന്നത് കാണുമ്പോൾ സ്നേഹം കാണുമ്പോഴും അത്ഭുതം തോന്നുന്നു എന്നാണ് ആരാധകരോട് സംസാരിക്കവേ അനുമോൾ പറഞ്ഞത്. 42 ലക്ഷം രൂപയും കാറുമാണ് വിജയ്ക്ക് സമ്മാനമായി ലഭിച്ചത്. അതേസമയം ഇത്തവണ ഉണ്ടായ റീ എൻട്രിയാണ് മത്സരം അവസാന നിമിഷം മാറ്റിമറിച്ചതെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. 100 ദിവസം ജനങ്ങളെ ഏറ്റവും നന്നായി പഠിപ്പിച്ചതിന് ലഭിച്ച 1ാം സ്ഥാനം. നല്ലൊരു ക്വാളിറ്റിയോ ഏതെങ്കിലും ഒരു ടാസ്ക് വിജയിച്ചതുപോലെ എടുത്തു പറയാനില്ലാത്ത ആദ്യ ബിഗ് ബോസ് വിജയ് അനുമോളായിരിക്കുമെന്നും പ്രേക്ഷക പ്രതികരണമുണ്ട്. കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.